ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ബഡ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫെസ്റ്റീവ് ഫൺ എന്ന സെക്കൻഡ് യൂണിറ്റാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പാഠത്തിലേക്ക് പോകാം. ഫെസ്റ്റീവ് ഫൺ. ഫെസ്റ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ആഘോഷം അല്ലെങ്കിൽ ഉത്സവങ്ങൾ. ഫൺ എന്ന് വെച്ചാൽ വിനോദം. അപ്പോൾ നമുക്ക് ഇന്ന് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഒരു യൂണിറ്റാണ് പഠിക്കാനുള്ളത്. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണല്ലേ. നമ്മളെല്ലാവരും ആഘോഷങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ആ ഒരു പെൺകുട്ടിയുടെ ബർത്ത്ഡേ എല്ലാവരും വളരെ സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. ഇനി ഒരു പിക്ചറിൻ്റെ താഴെ തന്നിരിക്കുന്ന വരികൾ ശ്രദ്ധിക്കൂ. യു ആർ ഇൻവൈറ്റഡ് ടു ദ ഫെസ്റ്റിവൽ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ബ്ലെസ്ഡ്. ഈ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങളെ ഈ ആഘോഷങ്ങളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വളരെ അനുഗ്രഹീതരാണ്. അതായത് ആഘോഷങ്ങളുടെ ഈ ഭൂമിയിൽ ജനിച്ച നമ്മളെല്ലാവരും വളരെ അനുഗ്രഹീതരാണ് എന്നാണ് ഈ ഒരു വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ. ഈ ഒരു പിക്ചറിൽ നോക്കൂ, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുകയാണ്. ആ കുട്ടിയുടെ ഫാമിലിയാണ് ആ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്, അല്ലേ? വാട്ട് ഡസ് ദ പിക്ചർ ഷോ? ഈ പിക്ചറിൽ എന്താണ് കാണുന്നത്? ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണല്ലേ. ഒരു പിറന്നാൾ ആഘോഷമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. This picture shows a birthday celebration. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ആർ ദ പീപ്പിൾ ഹാപ്പി? എന്തുകൊണ്ടാണ് ആ ആളുകൾ സന്തോഷമായിരിക്കുന്നത്? ബിക്കോസ് ദിസ് ഈസ് എ മൊമെൻ്റ് ഓഫ് ജോയ്. കാരണം ഇത് സന്തോഷത്തിൻ്റെ നിമിഷമാണ്. നെക്സ്റ്റ് നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ പോയം തന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫ്രം ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ട്രൂ ഫ്രണ്ട്സ്, ഫ്രം ഓൾ ഫ്രണ്ട്സ് ആൻഡ് ന്യൂ ഫ്രണ്ട്സ്, മേ ഗുഡ് ലക്ക് ഗോ വിത്ത് യു ആൻഡ് ഹാപ്പിനെസ് ടു. ഒരു കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ സമയത്ത് ആ കുട്ടിയുടെ ഫ്രണ്ട്സ് അല്ലേ, ഓൾഡ് ഫ്രണ്ട്സും ന്യൂ ഫ്രണ്ട്സും അതുപോലെ ഗുഡ് ഫ്രണ്ട്സും ട്രൂ ഫ്രണ്ട്സും എല്ലാവരും ചേർന്ന് അവൾക്ക് ഗുഡ് ലക്ക് നേർന്നും കൊണ്ട് പാടുന്ന ഒരു പോയമാണ് ഇത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദ സീ പാലസ്. സീ പാലസ് എന്ന് വെച്ചാൽ കടലിലെ കൊട്ടാരം. കടലായതുകൊണ്ട് തന്നെ നിറച്ച് ഫിഷിനെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാം. ഏതൊക്കെ ഫിഷാണുള്ളത്? ഗോൾഡൻ ഫിഷ്, സ്റ്റാർ ഫിഷ്, അതുപോലെ ജെല്ലി ഫിഷ്, ഡോൾഫിൻ, അങ്ങനെ വെറൈറ്റി ഫിഷസ് ഈ ഒരു പിക്ചറിൽ കാണാം. എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദ സീ. കടലിലൂടെ ഒരു ഗോൾഡ് ഫിഷ് നീന്തി പോവുകയാണ്. ഹി സോ മെനി ഓഫ് ഹിസ് ഫ്രണ്ട്സ് മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പോഴാണ് അവൻ കണ്ടത് അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സെയിം ഡയറക്ഷനിലേക്ക്, ഒരേ ദിശയിലേക്ക് നീന്തി പോകുന്നത് കണ്ടു. ആരൊക്കെയാണ് പോകുന്നത് നോക്കൂ. എ സ്റ്റാർ ഫിഷ് വാസ് ഫ്ലോട്ടിംഗ് ഓൺ ദി വേവ്സ്. എ ജെല്ലി ഫിഷ് സ്പാർക്കിൾഡ് ഇൻ ദ ബ്ലൂ വാട്ടർ. ഡോൾഫിൻസ് വർ ഡാൻസിങ്. ആരൊക്കെയാണെന്ന് നോക്കൂ. ആരൊക്കെയാണ്? തിരമാലയിൽ പൊങ്ങിക്കിടക്കുന്ന സ്റ്റാർ ഫിഷ്. വേവ്സ് എന്ന് വെച്ചാൽ തിരമാല. അതുപോലെ ബ്ലൂ വാട്ടർ, കടലിലെ വെള്ളത്തിന് എന്ത് നിറമാണ് നമ്മൾ കാണാറുള്ളത്? നീല വെള്ളമാണല്ലേ, ബ്ലൂ വാട്ടറാണ്. ആ ഒരു ബ്ലൂ വാട്ടറിൽ തിളങ്ങുന്ന ജെല്ലി ഫിഷ്, അതുപോലെ ഡാൻസ് ചെയ്തു പോകുന്ന ഡോൾഫിൻസ്. വേർ ആർ ദേ ഗോയിങ്? ദ ഗോൾഡൻ ഫിഷ് തോട്ട്. ഇവരെല്ലാവരും ഇങ്ങനെ പോകുന്നത് കണ്ട് ആ ഒരു ഗോൾഡൻ ഫിഷ് ചിന്തിക്കുകയാണ്, ഇവരെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? ഹി ഫോളോഡ് ദം. അങ്ങനെ അവൻ അവരെ പിന്തുടരാൻ തുടങ്ങി. ഇൻ ദ ഡീപ് സീ ഹി സോ എ ബ്യൂട്ടിഫുൾ ഗ്ലാസ് പാലസ്. അങ്ങനെ അവസാനം അവർ ആ ഒരു കടലിൻ്റെ ആഴത്തിൽ എന്താ കണ്ടത്? നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ് പാലസ് കണ്ടു. ഇറ്റ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസ്. ജെംസ് എന്ന് വെച്ചാൽ രത്നങ്ങൾ, പേൾസ് എന്ന് വെച്ചാൽ മുത്തുകൾ. ആ ഒരു ഗ്ലാസ് പാലസ് ജെംസ് കൊണ്ടും പേൾസ് കൊണ്ടും അലങ്കരിച്ചിരിക്കുന്നു. ദി ഡോർസ് ഓഫ് ദി പാലസ് വർ വൈഡ് ഓപ്പൺ. ആ ഒരു ഗ്ലാസ് പാലസിൻ്റെ ഡോർ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു പിക്ചറിൽ ആ ഗോൾഡ് ഫിഷ് എന്തോ ചിന്തിക്കുന്നുണ്ട്. എന്തായിരിക്കും കൂട്ടുകാരെ അവൻ ചിന്തിക്കുന്നത്? അവരെ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണല്ലേ അവൻ ചിന്തിക്കുന്നത്. വേർ ആർ ദേ ഗോയിങ്? അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു കോളത്തിൽ എഴുതാം. നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. ഗോൾഡ് ഫിഷ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് റീച്ച്ഡ് ദ പാലസ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അങ്ങനെ ഗോൾഡ് ഫിഷും അവൻ്റെ ഫ്രണ്ട്സും ചേർന്ന് ആ ഒരു പാലസിൽ എത്തി. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു പക്ഷേ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുകയായിരിക്കും അല്ലേ. കാരണം ആ ഒരു പാലസ് എന്താണ്, ജെംസും കൊണ്ടും പേൾസും കൊണ്ടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ദി മെർമെയ്ഡ്.
മെർമെയ്ഡ് എന്ന് വെച്ചാൽ മത്സ്യകന്യക. എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർ നിയർ ദി ഡോർ. അപ്പിയർഡിൻ്റെ മീനിങ് പ്രത്യക്ഷപ്പെട്ടു. ഒരു നല്ല ഭംഗിയുള്ളൊരു മത്സ്യകന്യക ഡോറിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു. ഹൗ പ്രെറ്റി ഷീ ഈസ്. പ്രെറ്റി എന്ന് വെച്ചാൽ മനോഹരം. എന്തൊരു മനോഹരമാണ് അവളെ കാണാൻ. എക്സ്ക്ലൈംഡ് ദി ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷ് അവളെ കണ്ട് ആശ്ചര്യപ്പെട്ടു. ഹാപ്പി ബർത്ത്ഡേ പ്രിൻസസ് ജൂലിയ. വി ഹാവ് ബ്രോട്ട് യു സം ഗിഫ്റ്റ്സ്. ആൾ ഓഫ് ദം സെഡ് ടുഗദർ. അപ്പോൾ ആ മെർമെയ്ഡ് ആരാണ്? പ്രിൻസസ് ആണല്ലേ. അവളുടെ പേര് ജൂലിയ എന്നാണ്. അവളുടെ ബർത്ത്ഡേ ആയത് കാരണം എല്ലാവരും അവൾക്ക് ഗിഫ്റ്റും കൊണ്ട് വന്നതാണ്. അവരെന്തൊക്കെ ഗിഫ്റ്റ് കൂടുന്നത് എന്ന് നോക്കാം. ദ ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. ദ ഡോൾഫിൻസ് ക്യാരിഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. ജെല്ലി ഫിഷ് നല്ല തിളങ്ങുന്ന ലൈറ്റുകളും, വെയിൽസ് എന്ന് വെച്ചാൽ തിമിംഗലം ഇക്കിളിയാക്കുന്ന വളകളും, ഡോൾഫിൻസ് നല്ല മണമുള്ള പൂക്കളുമാണ് ആ രാജകുമാരിക്ക് ഗിഫ്റ്റായി കൊണ്ടുവന്നത്. ജൂലിയ സ്മൈൽഡ് ആൻഡ് റിപ്ലൈഡ്, താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്. കമോൺ ലെറ്റ്സ് ബിഗിൻ ദി പാർട്ടി. ഈ ഗിഫ്റ്റ് എല്ലാം കിട്ടിയ ജൂലിയയ്ക്ക് വളരെ സന്തോഷമായി. അവൾ എന്താ പറഞ്ഞത്? അവളുടെ ഫ്രണ്ട്സിനോടെല്ലാം താങ്ക് യു പറഞ്ഞു. പാർട്ടിയിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. ദർ വാസ് എ ബിഗ് കേക്ക് ഓൺ ദി ടേബിൾ ഇൻ ദി ഹാൾ. ദ പാർട്ടി ബിഗിൻ. ആ ഒരു കൊട്ടാരത്തിൻ്റെ ഹാളിൽ ടേബിളിന് മുകളിലായി ഒരു വലിയ കേക്ക് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടി തുടങ്ങി. ഹൗ വിൽ ദി ബിഗിൻ ദി പാർട്ടി. അവർ എങ്ങനെയാണ് പാർട്ടി തുടങ്ങുന്നത്? എങ്ങനെയായിരിക്കും മക്കളെ? ചിലപ്പോൾ കേക്ക് കട്ട് ചെയ്തും കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ ചെയ്തും കൊണ്ടായിരിക്കും. എങ്ങനെയാണ് അവർ ആ പാർട്ടി തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. ദി ബർത്ത്ഡേ പാർട്ടി, പിറന്നാൾ ആഘോഷം. പ്രിൻസസ് ജൂലിയ വെൻ ടു ദി ടേബിൾ ആൻഡ് കട്ട് ദി കേക്ക്. ആ ഒരു പ്രിൻസസ് ജൂലിയ ടേബിളിൻ്റെ അടുത്തേക്ക് പോയി കേക്ക് കട്ട് ചെയ്തു. ഷീ ലുക്ക്ഡ് ക്യൂട്ട് ഇൻ ഹർ ബ്യൂട്ടിഫുൾ ഡയമണ്ട് ക്രൗൺ. ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡയമണ്ട് ക്രൗൺ എന്ന് വെച്ചാൽ കിരീടം. ആ ഒരു ഡയമണ്ട് കിരീടം വെച്ച് ജൂലിയെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. ആൾ ക്ലാപ്ഡ് ആൻഡ് സാങ്. എല്ലാവരും ക്ലാപ്പ് ചെയ്തുകൊണ്ട് പാട്ട് പാടി. ഹാപ്പി ബർത്ത്ഡേ ടു യു പ്രിൻസസ് ജൂലിയ. എവറി വൺ പ്രസൻറ്റഡ് ദെയർ ഗിഫ്റ്റ്സ് ടു ജൂലിയ. എല്ലാവരും ജൂലിയയ്ക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ സമ്മാനിച്ചു. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഓൾ. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. ഗിഫ്റ്റ് കിട്ടിയ ജൂലിയ എല്ലാവരോടും എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവളാണ്. ഗ്രേറ്റ്ഫുൾ എന്ന് വെച്ചാൽ നന്ദി. ലെറ്റ്സ് ഡാൻസ് ആൻഡ് ഹാവ് ഫൺ. നമുക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് ആഘോഷിക്കാം. സെഡ് ദ പ്രിൻസസ് സ്മൈലിംഗ്. ദ മ്യൂസിക് ബിഗൻ. ദേ സ്റ്റാർട്ടഡ് ഡാൻസിങ്. അങ്ങനെ പാട്ട് തുടങ്ങി. അവർ ഡാൻസ് കളിക്കാനും തുടങ്ങി. ഈ ഒരു പിക്ചറിൽ നോക്കൂ. ആ ഫിഷ് പ്രിൻസസ് ജൂലിയോട് എന്തോ പറയുന്നുണ്ട്. എന്തായിരിക്കും കൂട്ടുകാരെ ആ ഒരു ഫിഷ് പറയുന്നത്? ഗിഫ്റ്റ് കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ ജൂലിയ. ഹാവ് യു എവർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സെലിബ്രേഷൻ? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രേഷനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദി ഫീസ്റ്റ്. ഫീസ്റ്റ് എന്ന് വെച്ചാൽ വിരുന്ന്. നൗ ലെറ്റ്സ് ഹാവ് ദി ഫീസ്റ്റ്. ദ പ്രിൻസസ് ഇൻവൈറ്റഡ്. അങ്ങനെ പ്രിൻസസ് അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം വിരുന്നിലേക്ക് ക്ഷണിച്ചു. എവരി വൺ സ്റ്റാർട്ടഡ് എൻജോയിങ് ദി ഫുഡ്. എല്ലാവരും ഫുഡ് ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങി. സോ യമ്മി, സോ ഡെലീഷ്യസ്. എ സ്റ്റാർഫിഷ് ലിക്ക്ഡ് ഹിസ് പ്ലേറ്റ്. സ്റ്റാർഫിഷ് പറഞ്ഞു, ഈ ഫുഡ് നല്ല സ്വാദിഷ്ടമാണ്, നല്ല രുചികരമാണ് എന്നെല്ലാം പറഞ്ഞ് അവൾ ആ ഒരു പ്ലേറ്റ് ലിക്റ്റ് ചെയ്തു. ലിക്റ്റ് എന്ന് വെച്ചാൽ നക്കുക. ഐ ലവ് ദി ചോക്ലേറ്റ്. എ ഷാർക്ക് ഗൾപ്ഡ് എ ബിഗ് പീസ്. അപ്പോൾ ഷാർക്ക് എന്താ പറഞ്ഞത് നോക്കൂ. എനിക്ക് ഈ ചോക്ലേറ്റ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് അവൻ വലിയൊരു പീസ് എടുത്ത് കഴിച്ചു. ദി ജ്യൂസ് ഈസ് സോ റിഫ്രഷിംഗ്. എ ജെല്ലി ഫിഷ് സിപ്ഡ് ടു ദി ലാസ്റ്റ് ഡ്രോപ്പ്. ജെല്ലി ഫിഷിന് ജ്യൂസാണ് ഇഷ്ടപ്പെട്ടത്. ഈ ജ്യൂസ് വളരെ റീഫ്രഷിംഗ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ ജ്യൂസിൻ്റെ അവസാനത്തെ സിപ്പും കൂടി കുടിച്ചു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. പെട്ടെന്ന് ഒരു ഡോൾഫിൻ വിസിലടിച്ചു. വാട്ട്സ് ഹാപ്പനിങ് ആസ്ക്ഡ് ദി ഷാർക്ക്. അത് കേട്ട ഷാർക്ക് ചോദിച്ചു, എന്താ സംഭവിച്ചത്? താഴെ തന്നിരിക്കുന്ന ചോദ്യം നോക്കൂ. വൈ ഡിഡ് ദ ഡോൾഫിൻ വിസിൽ? എന്തിനായിരിക്കും ആ ഡോൾഫിൻ വിസിലടിച്ചത്? എന്തിനായിരിക്കും കൂട്ടുകാരെ? ചിലപ്പോൾ എന്തെങ്കിലും അപകട സൂചനയോ അല്ലെങ്കിൽ എന്തെങ്കിലും മുൻകരുതലോ തരുന്നതിനു വേണ്ടിയായിരിക്കാം ഡോൾഫിൻ ഇങ്ങനെ വിസിലടിച്ചത്. ഇനി ഈ പിക്ചറിൽ നോക്കൂ.
ജൂലിയ എന്തായിരിക്കും അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നത്? ജൂലിയ അവളുടെ കൂട്ടുകാരെ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണല്ലേ. നമുക്കതിനെ ഇങ്ങനെ പറയാം, നൗ ലെറ്റ്സ് ഹാവ് ദി ഫീസ്റ്റ്. എ ത്രെറ്റ് എന്ന് വെച്ചാൽ ഭീഷണി. ദി മെൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് മോർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദി സീ എക്സ്ക്ലെയിംഡ് ദ ഡോൾഫിൻ. ആൾ ബിക്കെയിം ആൻഗ്രി. ഡോൾഫിൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആ മനുഷ്യർ വീണ്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് കടലിലേക്ക് തള്ളാൻ വരുന്നുണ്ട്. അത് കേട്ട എല്ലാവർക്കും ദേഷ്യം വന്നു. അപ്പോൾ കൂട്ടുകാരെ, എന്തിനാണ് ഡോൾഫിൻ വിസിലടിച്ചത് എന്ന് മനസ്സിലായില്ലേ? ഈ മനുഷ്യരെ കണ്ടിട്ടാണ് ഡോൾഫിൻ വിസിലടിച്ചത്. മെനി ഓഫ് അവർ ഫ്രണ്ട്സ് ഡാഡ് ഈറ്റിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്. ദി ഷാർക്ക് ഗ്രൗണ്ട് ഹിസ് ടീത്ത്. ആ മനുഷ്യരെ കണ്ട ഷാർക്കിന് ദേഷ്യം വന്നു. അവൻ അവൻ്റെ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ച് നമ്മുടെ കുറേ അധികം ഫ്രണ്ട്സ് മരിച്ചിട്ടുണ്ട്. വി ഷുഡ് സ്റ്റോപ്പ് ദം. ദേ സെഡ് ടുഗദർ. അവർ ഒരുമിച്ച് പറഞ്ഞു, നമുക്കിത് നിർത്തിക്കണം. ഡോണ്ട് വെറി ഫ്രണ്ട്സ്, സെഡ് ദ ബ്ലൂ വെയിൽ. അപ്പോൾ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ബ്ലൂ വെയിൽ എന്ന് വെച്ചാൽ നീലത്തിമിംഗലം. അവൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട കൂട്ടുകാരെ. ഐ ആം ദ ബിഗ്ഗസ്റ്റ് അനിമൽ ഇൻ ദ വേൾഡ്. ഐ വിൽ ഡ്രൈവ് ദം എവേ. ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അനിമൽ. ഞാൻ അവരെ ഓടിക്കാം. ദി ബ്ലൂ വെയിൽ ടുക്ക് എ സ്വിഫ്റ്റ് ടേൺ ആൻഡ് സ്വിഷ്ഡ്. ബ്ലൂ വെയിൽ വേഗം തിരിഞ്ഞ് എന്താ ചെയ്ത് ആ ഒരു ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി തിരിഞ്ഞ് ആടി ഉലഞ്ഞു. ദി ഷാർക്ക് ഫോളോഡ് ഹെർ. അത് കണ്ട ഷാർക്കും അവളെ പിന്തുടർന്നു. വാട്ട് വുഡ് ബി ദ ബ്ലൂ വെയിൽ ഡു? ആ ബ്ലൂ വെയിൽ പിന്നീട് എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ഒരുപക്ഷെ ആ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും അല്ലേ? ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രം നോക്കൂ. എന്തായിരിക്കും ആ മനുഷ്യർ അവിടെ പറയുന്നത്? ലെറ്റസ് ഡംപ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ് ഹിയർ. നമുക്ക് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഡംപ് ചെയ്യാം, ഇവിടെ തള്ളാം. ഇങ്ങനെയായിരിക്കും ആ ആളുകൾ അവിടെ പറയുന്നത്. ഫോർഗീവ്നെസ് എന്ന് വെച്ചാൽ ക്ഷമ. ആരാണ് ഇവിടെ ക്ഷമിച്ചത്, എന്തിനാണ് ക്ഷമിച്ചത് എന്നെല്ലാം നമുക്ക് നോക്കാം. ദി വെയിൽ ആൻഡ് ദി ഷാർക്ക് വെൻ നിയർ ദി ബോട്ട്. വെയിലും അതുപോലെ ഷാർക്കും എന്താണ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. ഷാർക്ക് അവൻ്റെ വാലുകൊണ്ട് ബോട്ടിനെ ഇളക്കി. ദ മെൻ ഇൻ ദ ബോട്ട് ട്രംബിൾ വിത്ത് ഫിയർ. അപ്പോൾ ആ ബോട്ടിലുള്ള ആളുകളൊക്കെ എന്താണ് ട്രംബിൾ എന്ന് വെച്ചാൽ വിറയ്ക്കുക, പേടിച്ച് വിറച്ചു. ദി ക്രൈഡ് ഫോർ ഹെൽപ്പ്. അവർ സഹായത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. ബൈ ദിസ് ടൈം ദ പ്രിൻസസ് ആൻഡ് അതേഴ്സ് റീച്ച്ഡ് ദ. ആ ഒരു സമയത്ത് പ്രിൻസസും മറ്റ് ഫിഷുകളും ചേർന്ന് അവിടെ എത്തി. ഐ വിൽ ക്രഷ് ദം. ദ ക്രാബ് ഓപ്പൺഡ് ഹെർ ക്ലൗസ്. ക്രാബ് എന്താ പറയുന്നത് നോക്കൂ, ഞാൻ അവരെ തകർക്കും എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നഖങ്ങൾ ഓപ്പൺ ചെയ്തു. പ്ലീസ് ഡോണ്ട് ഹർട്ട് us. വി വോണ്ട് ഡംപ് വേസ്റ്റ് ഇൻ ദി സീ അഗെയിൻ. ദ മെൻ ബെഗ്ഡ്. അപ്പോൾ ഈ ഫിഷും വെയിലും ഷാർക്കും എല്ലാം കൂടി ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ആ മനുഷ്യർക്ക് പേടിയാവാൻ തുടങ്ങി. അവർ യാചിച്ചു കൊണ്ട് പറഞ്ഞു, ഞങ്ങളേനെ ഉപദ്രവിക്കരുത്, ഞങ്ങളിനി ഒരിക്കലും കടലിൽ വേസ്റ്റ് കളയില്ല, അല്ലെങ്കിൽ വേസ്റ്റ് തള്ളില്ല. യു ആർ പൊല്യൂട്ടഡ് അവർ സീ. യു ആർ ഡിസ്ട്രോയിങ് അവർ ലിവ്സ്. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വൺ പ്രിൻസസ് ജൂലിയ ആൻഡ് ലെറ്റ് ദം ഗോ. പ്രിൻസസ് ജൂലിയ എന്താണ് അവരോട് പറഞ്ഞത് നോക്കൂ. നിങ്ങളാണ് കടലിനെ മലിനമാക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു. ഇനി ഇതൊരിക്കലും ആവർത്തിക്കരുത്. ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പ്രിൻസസ് ജൂലിയ ആ ആളുകളോട് പറഞ്ഞു. റൈസ് ഓഫ് ദി സൺ ബ്രൈറ്റൺ ദി വേവ്സ്. സൂര്യരശ്മികൾ തിരമാലകളെ പ്രകാശിപ്പിച്ചു എന്ന് വച്ചാൽ എല്ലാം ശരിയായി എന്ന ഒരു അർത്ഥത്തിലാണ് ഈ ഒരു വരികൾ സൂചിപ്പിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കൂ. എന്തായിരിക്കും ബ്ലൂ വെയിൽ അവരോട് പറയുന്നത്? ആ ഒരു ബോട്ടിനെ ഇളക്കിക്കൊണ്ടാണല്ലേ പറയുന്നത്. അപ്പോൾ ഐ വിൽ ബീറ്റ് യു, ഐ വിൽ കിൽ യു. ഞാൻ നിങ്ങളെ അടിക്കും, ഞാൻ നിങ്ങളെ കൊല്ലും എന്നൊക്കെയാണ് ആ ഒരു ബ്ലൂ വെയിൽ അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാർക്ക് കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസുമായി വീണ്ടും കാണാം. അപ്പോൾ ബ്ലൂമിംഗ് ബഡ്സ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി വരികയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്